ആരാധകർക്ക് സർപ്രൈസായി അർദ്ധരാത്രി 12 മണിക്ക് എമ്പുരാന്റെ ട്രെയിലർ റിലീസ്. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ. അർദ്ധരാത്രി 12 മണിയായാലെന്താ, റിലീസ് ചെയ്ത നിമിഷങ്ങൾ കൊണ്ട് തന്നെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഫാൻ പേജുകളിലും ട്രെയിലർ നിറയാൻ തുടങ്ങി. റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ മില്യൺ വ്യൂസ് ആണ് മലയാളം ട്രെയിലർ നേടിയത്. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. തുടർന്ന് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ട്രെയിലർ പുറത്തുവിട്ടു. എല്ലാ ഭാഷകളിലും മികച്ച അഭിപ്രായമാണ് ട്രെയിലർ സ്വന്തമാക്കുന്നത്. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മലയാള സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എമ്പുരാൻ. ചിത്രത്തിന്റെ 1ാം ഭാഗമായ ലൂസിഫർ വലിയ ഹിറ്റായതോടെ അന്നു മുതൽ തന്നെ 2ാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ നേരത്തെ അറിയിച്ചതുപോലെ മോഹൻലാൽ ഫാൻസിന് ആഘോഷിക്കാനുള്ളതെല്ലാം തന്നെ ട്രെയിലറിലുണ്ട്. എന്നാലും എവിടെയൊക്കെയോ നിഗൂഢതകൾ ബാക്കി വെച്ചാണ് ഈ ട്രെയിലറിന്റെ വരവ്. പുറംതിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ചിഹ്നമുള്ള ഷർട്ട് ധരിച്ച വ്യക്തി ആരാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തായാലും എമ്പുരാൻ ഇതുവരെ മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായിരിക്കുമെന്ന പ്രേക്ഷകരുടെ പ്രതീക്ഷ ട്രെയിലർ വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ്. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. മാർച്ച് 27-ാം തീയതി ആഗോള റിലീസായാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ എമ്പുരാന് ദൈർഘ്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് ആണ്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ?